Good afternoon, all. Good afternoon, ma'am. Afternoon, ma'am. Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. അടുപ്പിച്ച് ഞാൻ തന്നെ വന്നേല് ബുദ്ധിമുട്ടുണ്ടാ നിങ്ങക്ക്? It's okay, അല്ലെങ്കിൽ teacher. Tell us, sir. No, ma'am. We are happy. No, Miss. ഓക്കെ. അപ്പൊ ഇന്നെന്താണ് പ്രേയർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്ന് പ്രേയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാ? സ്റ്റാർട്ട് ചെയ്യാം. Okay, ഞാനാണ് മിസ്സേ prayer. My name is Juby. ഓക്കെ. Almighty God, we thank you for keeping us safe and for letting us have this class. Oh God, you are the truth and origin of all knowledge. As we learn new things today, show us how to apply this knowledge in our life. God, bless our teachers who inspire and guide us. Bless our classmates and all people who care for us. Amen. ഓക്കെ. തോട്ട് ഓഫ് ദ ഡേ ആരാ? ഞാനാണ് മിസ് ജിൻസി. ഓക്കെ. Good afternoon to all. Today's thought is never stop learning because life never stop teaching. Dr. APJ Abdul Kalam. It is rightly said, never stop learning because life is the teacher which gives us opportunity to learn new things each and every day. I repeat the thought, never stop learning because life never stop teaching. Thank you. ഓക്കെ. ഇന്ന് ഉത്സാഹമില്ലേ? ഇല്ലേ? ഉഷാബാനുമില്ലേ? ഇന്നെന്ത് പറ്റിയാവോ? കണ്ടില്ലല്ല. ഉഷാബാനു ഇന്നില്ല. Usha Anilalla, mister. ഉഷ ഇന്നില്ലാണ്. ഓക്കെ ഓക്കെ. ഓ ഉഷ ഭാനു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് ആരാന്ന്. ഇന്നില്ലേ, സോറി ഇത് സോറി. ഇത്രയൊക്കെ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അല്ല, സോറി ഞാനേ വേറെ രണ്ട് മൂന്ന് ബാച്ച് MT8 MT6 കൊടുക്കണ്ട്. അപ്പൊ അതില് ഒരുപാട് പേര് ഇത് ഇപ്പൊ ഇതില് 30 പേരുള്ളെങ്കിലും മറ്റേതിലൊക്കെ 150 സ്റ്റാർട്ടിംഗ് ആണ്. MT8 ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അപ്പൊ ഞാൻ അതങ്ങനെ ആ ഒരു പേരില് ഉഷ എന്നുള്ളത് സോറി. ഞാനതാ ബ്ലണ്ടർ അടിച്ചിരുന്നേ. അങ്ങനെ ആരാ? ഓക്കെ. ഓക്കെ. നമുക്ക് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറയാം, മോണ്ടിസോറിയുടെ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞില്ല. ഒരുപാട് വീഡിയോ ഉണ്ട്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഷെയർ ചെയ്തപ്പോ എന്തെങ്കിലും കാണുന്നുണ്ടോ? Screen കാണുന്നുണ്ട് മിസ്റ്റർ ടീച്ചറിന്റെ. Yes, miss. ഓക്കെ. അപ്പൊ നമുക്ക് അത് കാണാം.
അധ്യാപകരും വിദ്യാർത്ഥികൾക്കുമിടയിൽ ചോദ്യമോ സംശയത്തിനോ സ്വതന്ത്രമായി ചിന്തിക്കാനോ പറ്റാത്ത കാലം. മുതിർന്നവരുടെ പാഠ്യരീതി അടിച്ചേൽപ്പിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികൾ. ഈ വിദ്യാഭ്യാസ രീതിക്ക് മാറ്റം കൊണ്ടുവന്ന വ്യക്തിയാണ് മരിയ മോണ്ടിസോറി. 1870 ഓഗസ്റ്റ് 31 കിഴക്കൻ ഇറ്റലിയിലെ ചെറുപട്ടണമായ കൈറോവനിൽ മരിയ ജനിച്ചു. ഇറ്റലിയിലെ സർക്കാർ സർവീസ് അക്കൗണ്ടന്റായ അലസാൻഡ്രോ മോണ്ടിസോറിയുടെയും വീട്ടമ്മയായ റെനീല സ്റ്റോഫിനിയുടെയും ഏകമകൾ. മരിയയുടെ 5-ാം വയസ്സിൽ കുടുംബം ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലേക്ക് മാറി. ഒരു വർഷത്തിന് ശേഷം 1876 മരിയ പബ്ലിക് എലിമെന്ററി സ്കൂളിൽ ചേർത്തു. സ്ക്രീൻ പോയല്ലോ മിസ്സേ. മിസ് പോയെന്ന് തോന്നുന്നു, മിസ്സിനെ കാണാനില്ല.
ഹലോ എല്ലാരും പോയാ? No, teacher. No, miss. No, miss. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നാ? ഇല്ല, മിസ് പോയപ്പോ ഓഫായി പോയി. അത് യൂട്യൂബ് ഓൺ ആക്കുമ്പോ മൊത്തം പോണുന്നേ, ക്ലാസ് കട്ടായി പോണു. പറ്റണില്ല അത്. ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാട്ടാ. പറ്റണില്ല. നല്ല മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് മോണ്ടിസോറിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണും. കണ്ടവരുണ്ട്? ആരെങ്കിലും നോക്കിയേർന്നാ ഇന്നലെ? ഇന്നലെ ആരെങ്കിലും നോക്കിയേർന്നാ? ടീച്ചർ നോക്കിയിരുന്നു. ഓക്കെ. ഇത് പറ്റണില്ല. ഞാൻ ഇന്ന് സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചതാണ്. പക്ഷെ അത് റെഡിയാക്കി വരുമ്പോള് നമ്മുടെ നിങ്ങൾക്ക് സൗണ്ട് മൊത്തം കട്ടായി പോണം. ക്യാമറ ഇതൊക്കെ ഓഫ് ആയിട്ട് ക്ലാസ് റൂം തന്നെ മൊത്തം കട്ടായി പോണം. പറ്റണില്ല, എന്താണാവോ? ചിലപ്പോ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ പിന്നെ ദിവസം കാണിച്ചു തരാം. ആരാണ് ഫസ്റ്റ് വായിക്കുന്നത്? നമ്മൾ 2 പാരഗ്രാഫ് എടുത്തായിരുന്നു. നെക്സ്റ്റ് ആരാ വായിക്കുക? ഒരാൾ വായിച്ചേ. ഒരാൾ വായിക്കും. 3rd പാരഗ്രാഫ് ആണ് ഇനി വായിക്കുന്നത് കേട്ടാ. ആരാ വായിക്കണേ? ആരില്ലേ വായിക്കാൻ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ, ഫാത്തിമ ഷെരീൻ. ഓക്കെ, While society had often inclined to focus on the adult, Montessori believed that as the adult came into being from the child through the years of hard work, patience, care, study, and practice, centered on the protection of children's rights and welfare, would be the key to progress in society. However, Montessori observed that education simply was not good enough unless parents and teachers had the right assumptions about children. ഓക്കെ, എന്താ പാരഗ്രാഫിൽ പറയണെന്ന് വെച്ചാ, while society had often inclined to focus on the adult, Montessori believed that the adult came into being from the child through the years of hard work. എന്നുവെച്ചാൽ ഇതിൽ പറയണത് മെയിനായിട്ട് നമ്മുടെ മറിയാം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആണ് പോലും എല്ലാവരും. അപ്പൊ ഇതിൽ പറയണത് സൊസൈറ്റി എപ്പോഴും, നമ്മുടെ സമൂഹം എപ്പോഴും ഫോക്കസ് ചെയ്യണത് ആരായിരിക്കും? അഡൽറ്റിനായിരിക്കും. മിക്കപ്പോഴും സൊസൈറ്റി അഡൽറ്റിനെയാണ് ഓരോ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോണത്. പക്ഷെ ഈ അഡൽറ്റ് എങ്ങനെയാണ് അഡൽറ്റ് ആവണത്? അത് തന്നെ പെട്ടെന്ന് പൊട്ടിമുളിച്ചൊരു അഡൽറ്റ് ആവണതല്ല. അവര് ചൈൽഡ് ത്രൂ ദ ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾക്ക് ഉള്ളിൽ ഹാർഡ് വർക്ക്, പേഷ്യൻസ്, അവരുടെ കെയർ, പേഷ്യൻസ്, സ്റ്റഡി, പ്രാക്ടീസ്, കുട്ടികളിൽ കൂടിയാണ് അവർ അഡൽറ്റ് ആവണത് അല്ലെ? അവര് അഡൽറ്റ് ഒട്ടും പെട്ടെന്ന് ഒരു നേരം വെളുക്കുമ്പോ തന്നെ ഒരു അഡൽറ്റ് ആവണില്ല. അവര് കുട്ടികളിലൂടെ കണ്ടും കേട്ടും പരിസ്ഥിതിയുടെ അറിഞ്ഞുമാണ് അവർ അഡൽറ്റ് ആവണത്. അപ്പൊ ആ ചൈൽഡിന്റെ, ആ കുട്ടികളായിരിക്കും ആ ഏജിൽ തന്നെ ഈ മോണ്ടിസോറി മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഡൽറ്റ് ആകുമ്പോ തന്നെ നല്ലൊരു അഡൽറ്റ് പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും. അതാണ് ഇവിടെ പറയണത്. എന്ന് വെച്ചാൽ കുട്ടികളാവുമ്പോ കുട്ടികള് എന്തെങ്കിലും ഒരു സാധനം കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കി കുട്ടികൾ അങ്ങനെ ഓരോ ഘട്ടം പോലെ വളർന്നു വന്ന് അവരൊരു വലിയൊരു അഡൽറ്റായി കഴിഞ്ഞാൽ അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പോഴത്തെ അഡൽറ്റ് എങ്ങനെ? എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഒരു കുട്ടിയിലൂടെയാണ് അഡൽറ്റ് എപ്പോഴും എന്താവണത്? ഒരു അഡൽറ്റ് ആയിട്ട് മാറുന്നത്. ആ കുട്ടിയിലൂടെ കുട്ടികൾക്ക് ചെറുത്തിലെ കൊടുക്കണ ആ ഒരു ഹാർഡ് വർക്ക്, അതിന്റെ പേഷ്യൻസ്, കെയർ, സ്റ്റഡി, പ്രാക്ടീസ്, അതിന്റെ ആ ഒരു ആ കുട്ടികൾക്ക് കൊടുക്കണ എല്ലാ കെയറും അതും നമുക്ക് എന്തിലുണ്ടാവും? അഡൽറ്റ് വലുതാവുക അതിലൂടെയാണ് കിട്ടുന്നത്. പിന്നെന്താ പറഞ്ഞത്? അതില് പിന്നെ ഈ കുട്ടിയായിരിക്കുമ്പോ തന്നെ നമുക്ക് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഫ്രീ ആയിട്ട് കുട്ടികളെ വിടാം. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് 2 പാരഗ്രാഫിൽ പറഞ്ഞു, കുട്ടികളെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കാം. സ്വന്തം അവർക്ക് ഓരോ കഴിവുകളുണ്ട്, നമ്മൾ അടിച്ചേൽപ്പിക്കാതെ അവരുടേതായ കഴിവിനെ കണ്ടും കേട്ടും അറിഞ്ഞ് കുട്ടികൾ വളരാം. അപ്പൊ അവർക്ക് ആ ഒരു മെത്തേഡ് കുട്ടികളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെന്താ? കുട്ടിയുടെ റൈറ്റ്സ് അതിൽ പറഞ്ഞു,
റൈറ്റ്സ് ആൻഡ് വെൽഫെയർ വുഡ് ബി കീ ടു ദ പ്രോഗ്രസ് ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ആ ഒരു പ്രോഗ്രസ് എന്ന് പറയണത് കുട്ടിയുടെ റൈറ്റ്സും വെൽഫെയർ അവരുടെ ക്ഷേമങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളെ കുട്ടികളെ കെയർ ചെയ്യാനായിട്ട്. ഇത് സൊസൈറ്റി തന്നെ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റും. സൊസൈറ്റിക്ക് തന്നെ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കുട്ടി ചെറുതിലെ കുട്ടി വളരുമ്പോൾ തന്നെ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ, ആ കുട്ടിക്കുള്ള റൈറ്റ്സ് എന്താണ്, കുട്ടിക്കുള്ള അവകാശങ്ങൾ എന്താണ്, അതിന്റെ വെൽഫെയർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ ആ കുട്ടിക്ക് പ്രോഗ്രസ് ഇൻ സൊസൈറ്റി തന്നെ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ പറഞ്ഞത്? പിന്നെ മോണ്ടിസോറി ഇതിൽ പറയുന്നത് എഡ്യൂക്കേഷൻ മാത്രം പോരാ. ഇവിടെ നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ മാത്രമല്ല, ലേണിംഗ് പ്രോസസ്സും കൂടി വേണം. ഒരു സാധാരണഗതിയിൽ പാരന്റ്സും ടീച്ചേഴ്സിനും ഒരുപാട് ഇതുണ്ടാവും. അതാണ് അവിടെ, അത് നമുക്ക് നെക്സ്റ്റിൽ പറയാം. ഇപ്പൊ ഇതിൽ പറയണത് ഹവർ മോണ്ടിസോറി ഒബ്സർവ്. മോണ്ടിസോറി നിരീക്ഷിച്ചു, മോണ്ടിസോറി ഒബ്സർവ് ചെയ്തത് എന്താ? That education silently was not good enough unless parents and teachers had right assumption about children. കുട്ടികൾക്ക് പാരന്റ്സിനും നമ്മുടെ ടീച്ചേഴ്സിനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. കുട്ടി വലുതാവും അങ്ങനെയാവണം, കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം, നമ്മുടെ മക്കള് ഞാൻ പറയണത് അനുസരിക്കണം, എന്റെ കീഴിൽ നിൽക്കണം എന്നുള്ള ആ ഒരു അസംഷൻസ് അത് നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ അങ്ങനെ നമ്മുടേതായ റൈറ്റ്സ്, നമ്മുടേതായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് വേണം? കുട്ടികളുടെ കാര്യത്തിൽ കുറെ ഈ അസംഷൻസ് ഒക്കെ മാറ്റിവെച്ച് അവരെ ആദ്യമേ തന്നെ അവരുടേതായ രീതിയിൽ അവരെന്തെങ്കിലും ഒരു സാധനം ചെറുതിലെ കണ്ടുപിടിച്ചു അതിന്റെ രീതിയിലോട്ട് പോകുകയാണെങ്കിൽ നമ്മളെ വെറുതെ ഒന്ന് ലീഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ അവരുടെ പുഷ് ചെയ്യുക, അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് പിന്തിരിപ്പിക്കാന് നമ്മൾ എല്ലാവരും പഠിച്ച് ഡോക്ടർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പഠിക്കുക പറഞ്ഞാലും ചിലവർക്ക് പഠിപ്പിലായിരിക്കില്ല കഴിവ്, അവർക്ക് വേറെ മറ്റു വല്ലത്തിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആദ്യമേ തന്നെ നമ്മുടെ കുട്ടിയുടെ ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കുട്ടി എന്ത് ചെയ്യണം എന്ന് കുട്ടി ആദ്യമേ അവരുടെ മെമ്മറിയിൽ ഉണ്ടാവും. അത് ചെയ്തു തുടങ്ങുമ്പോഴത്തേനും നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും? അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. നമ്മുടേതായ ഇതിലേക്ക് കുട്ടി വരാതെ ആവുമ്പോൾ നമ്മൾ പിന്നെ അവിടെ പ്രശ്നങ്ങളായി, കുട്ടിയായിട്ട് ബഹളായി, അങ്ങനെ കുട്ടിയുടെ മൈൻഡ് മാറും. പിന്നെ കുട്ടി നമ്മുടെ വഴിക്ക് വരാൻ നിൽക്കും. അത് ചെയ്യാതെ അവരുടേതായ ആ ഒരു ഇതിലേക്ക് കുട്ടിയെ എന്ത് വേണം? കുട്ടിക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ വേണം. അതിനോടൊപ്പം തന്നെ കുട്ടിക്ക് വേണ്ടത് മറിയം മോണ്ടിസോറി കുട്ടീനെ പറയുന്നത് എന്താ? enough unless parents and teachers are right assumptions about children. കുട്ടികളെ കുറിച്ച് നമുക്ക് നല്ലൊരു അസംഷൻ വേണം. അതാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിൽ സൊസൈറ്റി എപ്പോഴും നോക്കി കാണുന്നത് ഈ അഡൽറ്റിനെയാണ്. പക്ഷെ ആ അഡൽറ്റിനെ നോക്കി കാണുമ്പോൾ ആ അഡൽറ്റ് എങ്ങനെ വളരണം, ചെറുതിലേ മുതല് ആ മോണ്ടിസോറി മെത്തേഡ് ആ കുട്ടിക്ക് കിട്ടിയ രീതിയിലാണ് ആ അഡൽറ്റ് വളരണമെങ്കിൽ ആ അഡൽറ്റിനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം കാര്യം നോക്കി നല്ല കറക്റ്റ് ലെവലില് സ്വന്തം എല്ലാം ചെയ്യാനുള്ള ആ ഒരു കഴിവ് ആര് നേടിയിട്ടുണ്ടാവും? ആ അഡൽറ്റ് നേടിയിട്ടുണ്ടാവും. അപ്പൊ അഡൽറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മോണ്ടിസോറിക്ക് മനസ്സിലായി ഈ അഡൽറ്റ് വരുന്നത് കുട്ടിയിലൂടെയാണ്. അപ്പൊ ആർക്ക് വേണം മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട്? കുട്ടികളിലായിരിക്കണം. അഡൽറ്റിനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അവര് വളർന്നു. നമ്മള് ഒരു കുട്ടി വളർന്നു അഡൽറ്റ് ആയി കഴിഞ്ഞിട്ട് മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്ത കാര്യമില്ല. അത് കുട്ടികളിൽ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളിലായിരിക്കണം നമ്മൾ മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മുടെ ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് വേണ്ടാന്നല്ല, പക്ഷെ അവരുടെ ഇഷ്ടത്തിന് അവരെന്താണോ കണ്ടെത്തുന്നത് അതില് വേണം നമ്മുടെ ആ ഒരു നമ്മള് അസംഷനായിട്ട് നമ്മുടെ റൈറ്റ് അസംഷൻസ് അബൌട്ട് ചിൽഡ്രൻ ആ കുട്ടികളുടെ കാര്യത്തിലായിരിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്താനായിട്ട്. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ പറയണത്. ഓക്കെ, ആ പാരഗ്രാഫിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് ഒരാളൊന്ന് വായിച്ചേ. ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് പാരഗ്രാഫ് ഒരാൾ വായിച്ചേ. ഞാൻ വായിക്കാം. വായിക്കുന്ന ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോട്ടാ, പേര് പറയണം. റസീന KR. റസീന, ഓക്കെ, കണ്ണൂര്. ഓക്കെ, റസീന കണ്ണൂര് ഇന്നലെ വായിച്ചാണ് തോന്നുന്നത് അല്ലേ? ഇല്ല, അത് റഫീനയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. The adult must realize that he must take second place when it were all the aim of the mother and teacher. If the child's personality is to be helped to develop as the child is weaker, the adult with his stronger personality
must hold himself in check and taking his lead from the child. Feel proud if he can understand and follow him. It is important to liberate the child from his role of dependency on adult if he is to develop into a truly free, independent person, said Montessori. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? അഡൽറ്റ് മസ്റ്റ് റിയലൈസ്, ഇവിടെ പറഞ്ഞത് the adult must realize that he must take second place, venture all the aims of the mother and teacher. If the child personality is to be helped to develop, as the child is weaker, the adult with his stronger personality must hold himself in check. അതെന്താന്ന് വെച്ചാൽ എന്താ, ഇവിടെ നമ്മള് അഡൽറ്റ് എപ്പോഴും മനസ്സിലാക്കണം. അഡൽറ്റിന് മനസ്സിലാക്കേണ്ടത് എന്താ, അവരെപ്പോഴും സെക്കൻഡ് പ്ലേസ്. എന്താ ഇവിടെ പറയുന്നത്? കുട്ടികളിൽ നമ്മള് കുട്ടികളിലെ സ്വാധീനം ചെലുത്തുന്നത് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയില് സ്വാധീനം ചെലുത്തുന്നത് ആ കുട്ടിയുടെ ഒന്നല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചർ. ഇവര് രണ്ടുപേരാണ് ആ കുട്ടി വളർന്നു വരുമ്പോ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രണ്ടുപേര്, അല്ലെ? കുട്ടി 3 വയസ്സ് കഴിഞ്ഞു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ടീച്ചറായിട്ടാണ് വൈകുന്നേരം 3:30 വരെ ആ കുട്ടി ഇരിക്കുന്നത് ടീച്ചറുടെ കൂടെയാണ്. പിന്നെ കുട്ടി വീട്ടിൽ വന്ന പാരന്റ്സ്. ഇതിന്റെ ഇടയിൽ ഇവർക്ക് രണ്ടാർക്കും എന്തോരം ഇൻഫ്ലുവൻസ് ആ കുട്ടിയുടെ എന്തേലും സ്വാധീനം ചെലുത്താൻ പറ്റും? അതാണ് ആ കുട്ടിയുടെ വളർച്ചയെ ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അഡൽറ്റ് എപ്പോഴും കുട്ടികളിൽ ഇൻഫ്ലുവൻസ് വരുന്നത് ഒരു അമ്മയും ഒരു ടീച്ചറും ഒന്നാണ്. ഇതിടെ ടീച്ചർ എന്നതെന്ന് വെച്ചാൽ ആരാ? അമ്മ എന്ന് പറഞ്ഞാൽ അതൊരു പാരന്റ് ആണ്, അല്ലെ? അമ്മയ്ക്ക് എന്തും പറയാ, എന്തും അത് നിർത്താനുള്ള ഒരു ഇതുണ്ട്. ടീച്ചർ എന്ന് പറയണത് ആരാ? ഫെസിലിറ്റേറ്റർ ആണ്, അല്ലെ? ഇവിടെ ടീച്ചർ എന്ന് പറയണത് ആരാ? മറിയ മോണ്ടിസോറിയില് മോണ്ടിസോറി മെത്തേഡ് പ്രകാരം ഒരു ടീച്ചർ എന്ന് പറയണത് ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചർ മാത്രല്ല, അല്ലെ? നമ്മുടെ വിദ്യ മാത്രല്ല സ്കൂളിൽ പഠിക്കുന്നത്. ആ മോണ്ടിസോറി പ്രകാരം ഒരു കുട്ടി എല്ലാം പഠിക്കും. കൈ കഴുകാൻ എങ്ങനെയാണെന്നുള്ളത് കുട്ടി കൈ കഴുകാൻ പഠിക്കണം. എങ്ങനെ? കുട്ടിക്ക് ഒരു പ്രാവശ്യം അവർ കൈ കഴുകാൻ കാണിച്ചു കൊടുക്കും. പിന്നാണ് അവർ തന്നെ കൈ കഴുകാനായാലും ഷെൽഫിൽ അലമാരിയിൽ സാധനങ്ങൾ അടക്കി വെക്കാനായാലും ബുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നമ്മൾ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പഠിപ്പിക്കും. മോണ്ടിസോറി മെത്തേഡ് പ്രകാരം അതൊക്കെ പഠിപ്പിക്കും. അപ്പൊ അതില് പറഞ്ഞേക്കണത് കുട്ടിയില് നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്ററാണ്. ടീച്ചർ അവർക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും. എന്ത് സാധനങ്ങൾ നിലത്തിട്ട് കളിച്ചാലും അത് പൊട്ടിച്ചു കളഞ്ഞാലും ടീച്ചർമാർ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. പിന്നെ ഗൈഡാണ്. എന്തൊരു കാര്യത്തിനും അവരെ കൂടെ നിന്ന് നയിക്കാനായിട്ട് ടീച്ചർക്ക് പറ്റും. അപ്പൊ ടീച്ചർ ആരാ? ഒരു ഗൈഡായിട്ട് നിൽക്കും. പിന്നെ കുട്ടിയെ ഇന്ററാക്ട് ചെയ്യുന്നില്ല. കുട്ടിയുടെ ഒരു കാര്യത്തിനും അവര് അതല്ല ഇതല്ല എന്നുള്ള ഒരു ഇത് പറയണില്ല. പിന്നെ കുട്ടിയെ ഷൗട്ട് ചെയ്യുന്നില്ല, ചീത്ത പറയുന്നില്ല. കുട്ടിയെ പിന്നെ എന്താ, കുട്ടിക്ക് കറക്റ്റ് വേണ്ട ആ ഒരു സമയത്ത് കുട്ടി എടുക്കേണ്ട ആ ഒരു ഡിസിഷൻ, പ്രോപ്പറായ ഒരു ഡിസിഷൻ ആര് കൊടുക്കാൻ പറ്റും? ടീച്ചർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ ഫെസിലിറ്റേറ്റർ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ചൈൽഡ് പേഴ്സണാലിറ്റി ഈസ് ടു ബി ഹെൽപ്ഡ് ടു ഡെവലപ്പ്. ആ കുട്ടിയുടെ വ്യക്തിത്വത്തിന്, ആ കുട്ടിയുടെ വളരാനായിട്ട് ഒരുപാട് സഹായം ചെയ്യാനായിട്ട്. ഇപ്പൊ ചൈൽഡ് ഈസ് വീക്കർ, അഡൽറ്റ് വിത്ത് ഈസ് എ സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി മസ്റ്റ് ഹോൾഡ് ഹിംസെൽഫ് ഇൻ ചെക്ക്. എന്ന് വെച്ചാല് നമ്മളുടെ അഡൽറ്റ് വളർന്നു, ഒരു പന്തലിച്ചു, ഒരു എന്തോരായി, ഒരു പരിധി കഴിഞ്ഞ പിന്നെ അഡൽറ്റ് വർക്ക് ചെയ്യണില്ല. പിന്നെ അവരെന്താ വർക്ക് ചെയ്യണേ? പിന്നെ അവര് എങ്ങനെയെങ്കിലും ജീവിക്കണം. ഒരു 20 വയസ്സായി കഴിഞ്ഞാൽ അഡൽറ്റ് ചിന്തിക്കുന്നത് എന്താ? എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം. ഒരു ജോലി നേടി അതിന്റെ പുറകെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിന്റെ പുറകെ പോയി ഒരു 25 വയസ്സൊക്കെ ആവുമ്പോ അവര് ഫാമിലി ലൈഫിലോട്ട് വരും. പിന്നെ അവർക്ക് ചിന്തിക്കാൻ, തിരിഞ്ഞു നോക്കാൻ നേരില്ല. പിന്നെ ഫാമിലി ആയ പിന്നെ അവരെ ഫാമിലി നോക്കല് അങ്ങനത്തെ ഉള്ള കാര്യത്തിൽ അവര് പോയി. പിന്നെ പക്ഷെ ഒരു കുട്ടി അങ്ങനല്ല. ഒരു കുട്ടി എല്ലാം ചെറുതിലെ കണ്ടും കേട്ടും വളർന്ന് ഒരു അഡൽറ്റിന്റെ പരിവായി കഴിഞ്ഞ് ഒരു അഡൽറ്റ് ആയുമ്പത്തിനും ആ കുട്ടി എന്താവും? ആ സൊസൈറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ ആ കുട്ടി തന്നെ ചെയ്യും. പിന്നെയും അതിന് 25 വയസ്സായി ഒരു ഫാമിലി ആയാലും ഈ ചെറുതിലെ എല്ലാം അറിഞ്ഞു വന്ന ആ ഒരു അഡൽറ്റ് വളർന്നു വന്ന മോണ്ടിസോറി മെത്തേഡ് പ്രകാരം വളർന്നു വന്ന ആ ഒരു അഡൽറ്റ് എന്തായിരിക്കും? എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം ചെയ്യാൻ പറ്റും. അതാണ് ഇതിലെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ പാരന്റ്സ് നമ്മളെ പറയണത് എന്തായിരിക്കും? പാരന്റ്സ്
ഒരു കുട്ടിയോട് പറയും, നമ്മുടെ വീട്ടിൽ വന്നു കുട്ടി, നീ ഞാൻ പറയണ പോലെ ആവണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം. അവന്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി അതുപോലെയാണ്, അതുപോലെ ആവണം. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെന്താ, കുട്ടികളുടെ ഇഷ്ടത്തിന് വളരണം. അവരെങ്ങനെയാണോ വളരണത്, അഡൽറ്റ് ഗെറ്റ് സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി ചെക്ക്, ടേക്കിംഗ് ഹിസ് ലീഡ് ഫ്രം ദ ചൈൽഡ്. നമ്മൾ കുട്ടികളെ നയിക്കാൻ നോക്കണം. ഫീൽ പ്രൗഡ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ ഹിം. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ, അവരെന്ത് കാര്യം മനസ്സിലാക്കണേ, അതിനെ നമ്മൾ അവർ ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് നമ്മൾ ഫീൽ പ്രൗഡ് ചെയ്യുക, അഹങ്കരിക്കുക, എന്റെ കുട്ടി അങ്ങനെയുള്ള എന്നുള്ള കാര്യത്തിൽ. It is important to liberate the child from his role of dependency in adult. He is developing to truly free and independent person, said Montessori. എന്നുവെച്ചാൽ എന്താ, ഒരു കുട്ടിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട പ്രായത്തിൽ ഡിപ്പെൻഡ് ചെയ്യണം. അത് ചെറുതില്ലേ, ആ പ്രായത്തിൽ കുട്ടിക്ക് എന്താ, നമ്മള് ചെറുതിൽ ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് സ്വന്തം ചെയ്യാനാ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ആശ്രയിക്കാണ്ട് അവർക്ക് രക്ഷയില്ല. അപ്പൊ ആ പ്രായത്തിൽ നമ്മൾ അവർക്ക് അത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. കുറച്ചുകൂടി കഴിയുമ്പോൾ ആ കുട്ടിയിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരും. സ്വന്തമായിട്ട് അവന്റേതായ ഒരു വ്യക്തിത്വം അവൻ വളർന്നു വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ ആ കുട്ടിയുടെ കാര്യത്തിലല്ല. ഓക്കെ, കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താണോ അവന്റെ ആ ഒരു പേഴ്സണാലിറ്റി, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അതെങ്ങനെ, ട്രൂലി ഫ്രീ ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിട്ട് നമ്മൾ അവരെ മാറ്റാം. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ട്രൂലി ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിട്ട് മാറ്റിയെടുക്കണം. അതാണ് സെഡ് മോണ്ടിസോറി മറിയ മോണ്ടിസോറി പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടാ? ഡെവലപ്പിന്റെ കാര്യം പറഞ്ഞു. ഒരു കുട്ടീനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യണ കാര്യത്തിൽ അവനെ ഹെൽപ്പ് ചെയ്യാം. അവനെ ഹെൽപ്പ് ചെയ്യണ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി നമുക്ക് അതിനോടൊപ്പം തന്നെ വളർത്തിയെടുക്കാൻ നോക്കണം. അവന്റെ പേഴ്സണാലിറ്റിക്കാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. മറിയ മോണ്ടിസോറിയില് മെയിൻ ആയിട്ട് പറയണത് എന്താ, ഒരു കുട്ടിയുടെ വളർച്ചയ്ക്കല്ല പ്രധാനം, ഡെവലപ്മെന്റ് എന്തും ആവാം, പക്ഷെ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനാണ് നമ്മൾ നോക്കേണ്ടത്. അത് വളർത്തിയെടുക്കാനായിട്ട് നോക്കണം. ഈ ടീച്ചർ ആയാലും പാരന്റ് ആയാലും ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി വളർത്തിയെടുക്കാൻ നോക്കണം. അവന്റെ ടാലന്റ് എന്താണ്, ഒരു കുട്ടിയുടെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കി അവനിലൂടെ അവനെ വളർത്തിയെടുക്കാൻ നോക്കണം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും, ട്രൂ ഡെവലപ്പിംഗ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ. അതാണ് ട്രൂ ഡെവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഒരു കുട്ടി ഞാൻ വളർന്ന പോലെ വളരണം, എന്നെ പോലെ ആകണം, അപ്പുറത്തെ വീട്ടിൽ അവനെ പോലെ ആവണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ, അതാണ് ഈ ലാസ്റ്റ് ഈ പാരാഗ്രാഫിൽ പറയണത്. ഓക്കേണോ? ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഞാന് ഇങ്ങനെ പറഞ്ഞാൽ മതില്ലേ, അല്ലാണ്ട് ഓരോന്ന് നമ്മൾ വായിച്ച് അർത്ഥം പറയേണ്ട കാര്യമില്ലല്ലോ. എന്താന്നുള്ളത് വായിച്ചിട്ട് അതിന്റെ ഉള്ളടക്കം മാത്രം പറഞ്ഞാൽ പോരെ? എന്താ റസീന പറഞ്ഞത്? ഇങ്ങനെ മതി, ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് എളുപ്പം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലേ? ഓക്കെ, ഇതാവുമ്പോൾ എന്താ എന്നറിയോ, നമുക്കെല്ലാം അറിയാൻ പറ്റും. ഇതിൽ ഇത് വലിച്ചു നീട്ടി തിയറി എന്ന് പറയുന്നത് എന്താ, വലിച്ചു നീട്ടി ഇങ്ങനെ പറഞ്ഞേക്കണതുള്ളൂ. ഇതിലെല്ലാത്തിലും മോണ്ടിസോറി മെത്തേഡ് എന്താന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ? എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഒന്നും ബൈഹാർട്ടല്ല. നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും കണ്ടും കേട്ടും അറിഞ്ഞും പഠിക്കും. അല്ലാതെ നമ്മൾ ഈ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മളെങ്ങനെ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അവരെ കണ്ടിട്ടുണ്ടാ? അവര് ആ സ്കൂളിൽ നിന്ന് എന്തെന്നാണോ എഴുതി കൊടുക്കണേ അത് തന്നെ പഠിക്കും. ഓക്കെ, അവരുടേതായ രീതിയിൽ അവർ തിങ്ക് ചെയ്യണില്ല, അവർ ചിന്തിക്കണില്ല. അവര് 10ാം ക്ലാസ് വരെയും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ 10ന്റെ പൂച്ചാന്ന് തന്നെ അവരെന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെ അവർ പഠിക്കുള്ളൂ. അല്ലാതെ നമ്മള് സ്വന്തമായിട്ട് ചിന്തിക്കാനായിട്ട് ആ സയൻറ്റിഫിക് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ആക്ടിവിറ്റീസ് കൊടുത്ത ആ ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അതിന്റെ കാര്യങ്ങൾ തേടി കണ്ടുപിടിച്ച് സ്വയം മനസ്സിലാക്കണം. അങ്ങനത്തെ കുട്ടികൾക്ക് നിലനിൽപ്പുള്ളൂ. മറ്റേ കുട്ടികളോ കുറെ ക്യാഷൊക്കെ കൊടുത്ത് പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അല്ലാതെ അവർക്ക് ചിന്താശേഷിയാണ്. അവർക്ക് ചിന്താശേഷി ഉണ്ട്, അത് മുരടിപ്പിച്ച് കളയണത് ആരാ? നമ്മളാണ്, പാരന്റ്സ് ആണ് അത് മുരടിപ്പിച്ച് കളയണത്. അവരുടെ കഴിവിനെ നമ്മൾ ഇല്ലാതായി കൊടുക്കുക. ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുക്കണില്ല നമ്മള്.
കാരണം കറക്റ്റ് ഉത്തരങ്ങളും ചോദ്യവും ടീച്ചർ അവിടെ എഴുതി കൊടുത്തു. അത് മാത്രം പഠിച്ചാൽ മതി, അതാ പരീക്ഷയ്ക്ക് വരുള്ളൂ എന്നാ അവരോട് പറയണത്. ഓക്കെ, ഇപ്പൊ എങ്ങനെയുള്ള ടീച്ചർ? ഇപ്പൊ കുറെ മാറ്റാണ്. ഇപ്പൊ ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് അവര് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ മാറി. ഇപ്പൊ എല്ലായിടത്തും മാറിയിട്ടുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറി. എഡ്യൂക്കേഷൻ ഇപ്പോഴും എന്താ ബിസിനസ് ആണ്. ഇത് മെയിൻ ആയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഇപ്പൊ ബിസിനസ് ആയി മാറിയൊക്കെയാണ്. എന്നാലും പഠിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഏറ്റവും ബെറ്റർ എല്ലാവരും ഏറ്റെടുത്ത് ഈ മോണ്ടിസോറി. കാരണം മറിയ മോണ്ടിസോറി അത്രയും എഫേർട്ട് എടുത്ത് കുട്ടികളിലെ ആദ്യം മറിയ മോണ്ടിസോറി പരീക്ഷിച്ചത് ആരെയാണ്? പീപ്പിൾ മൈൻഡഡ് ആയ കുട്ടികളെയാണ് പരീക്ഷിച്ചത്. ഡിസബിലിറ്റി ഉള്ള കുട്ടികളിലാണ് മറിയ മോണ്ടിസോറി ഈ മെത്തേഡ് എടുത്ത് ഉപയോഗിച്ചത്. പക്ഷെ അപ്പൊ ഡിസബിൾ ആയ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ സാധാരണ നോർമലായ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് മോണ്ടിസോറി ചിന്തിച്ചത്. അങ്ങനെയാണ് മോണ്ടിസോറി ഫീൽഡിലോട്ട് വന്നതും അത് ഏറ്റെടുത്ത് ഒരുപാട് സ്കൂളുകൾ അതുകൊണ്ട് തുടങ്ങാനും പറ്റി മോണ്ടിസോറി. ഇപ്പോഴും മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് ആദ്യമൊന്നുമില്ല, ഇപ്പൊ ഒരുപാട് സ്കൂളുകളിൽ മോണ്ടിസോറി സ്കൂളുകൾ വന്നു. കുട്ടികൾക്ക് കറക്റ്റ് ഒരു പേസ് കിട്ടണമെങ്കിൽ മോണ്ടിസോറി സ്കൂൾ തന്നെയാണ് ബെറ്റർ. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പൊ നമ്മുടെ ഈ പേജ് കഴിഞ്ഞു. മറിയ മോണ്ടിസോറിയിലെ ആ പേജ് ഫുള്ള് കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ഹാൻ ഒബ്സർവേഷൻ. നമ്മുടെ മറിയ മോണ്ടിസോറിക്ക് ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളിലെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആരാണ് അത് വായിക്കുന്നത്? മാം, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എടുക്കുന്ന ഈ ടോപ്പിക്കില് കൂടുതലും തിയറീസ് അല്ലേ? അപ്പൊ നമുക്ക് എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക? നിങ്ങൾക്ക് ഇതിന് ക്വസ്റ്റ്യൻസ് വരുന്നത് MCQ തന്നെ ആയിരിക്കും. ചാപ്റ്റർ തീരുമ്പോ ആദ്യം ഒരു 5 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ, ഓൺലി 5. അത് ചാപ്റ്റർ തീരുമ്പോൾ, നമ്മുടെ ഈ യൂണിറ്റ് തീരുമ്പോൾ. നിങ്ങൾക്ക് ഇതിൽ കൂടുതലും വരുന്നത് അസൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലും വരുന്നത് അസൈൻമെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ ചാപ്റ്റർ ഒബ്സർവേഷനും മെത്തേഡും കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും A4 ഷീറ്റിൽ 2 പേജ് കഴിയാതെ, 2 പേജ് കൂടുതൽ എഴുതുന്നവർക്ക് എഴുതാം. മറിയ മോണ്ടിസോറിനെ കുറിച്ചും അവളുടെ ഒബ്സർവേഷനും അവളുടെ മെത്തഡോളജി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നിങ്ങളുടേതായ ഒരു റിവ്യൂവിൽ എഴുതി സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോൾ അത് ചെയ്താൽ മതി. അത് 2 മാർക്ക്. അതാണ് നിങ്ങൾക്ക് ഇതിൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഇതിൽ മെയിൻ ആയിട്ട് പറയണത് എന്താണ് മറിയ മോണ്ടിസോറി സ്കൂൾ തുടങ്ങാൻ കാരണം, ഒബ്സർവേഷൻ എന്താണ്, മെത്തഡോളജി എന്താണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയണത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ബാക്കി റിവ്യൂ നിങ്ങൾക്ക് എഴുതാൻ തരും, അപ്പൊ നിങ്ങൾ എഴുതാം. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. നിങ്ങൾക്ക് മറ്റു ടീച്ചർമാരെ പ്രാക്ടിക്കൽ വർക്കൊക്കെ ചെയ്യണില്ലേ? നിങ്ങൾക്ക് വർക്ക് തന്നില്ലേ ടീച്ചേഴ്സ്? പ്രാക്ടിക്കല് തുടങ്ങിയ നിങ്ങക്ക്? ഇല്ലല്ലോ. പ്രാക്ടിക്കല് തുടങ്ങും, അപ്പോഴാണ് വർക്ക് വന്നത്. അത് ടീച്ചർ ആയിരിക്കും മിക്കതും തുടങ്ങണത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി എടുക്കണത് ഇനി നെക്സ്റ്റ് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ ആരാ ഒരാളൊന്ന് വായിച്ചേ? ഞാൻ വായിക്കാം മിസ്. പേര് സാബി. സാബിയാണോ? സാബി. Her observations: the adult procreates while the child creates. The child uses the environment to perfect himself while the adult uses himself to perfect the environment. The adult is no longer developing. He has reached the top of the species. But the child interacts with the environment and observes impressions for his psychic development. Second point. സൈക്കിക് ഡെവലപ്മെന്റ് വരെ മതി. നെക്സ്റ്റ് നമുക്ക് പിന്നെ പറയാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇതില് ഫസ്റ്റിൽ എന്താ പറഞ്ഞേ? അഡൽറ്റ് പ്രോക്രിയേറ്റ്സ് വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? അഡൽറ്റ് മുന്നേ ക്രിയേറ്റ് ചെയ്തു, വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്, കുട്ടി പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാല് മുതിർന്നവർ എപ്പോഴും അവര് എല്ലാവർക്കും ഉണ്ട് ക്രിയേറ്റ്സ്. അഡൽറ്റ് വെറുതെ ക്രിയേറ്റ് ആവണതല്ല. അഡൽറ്റ് എങ്ങനെ? അവൻ ചെറുതിലേ തുടങ്ങി ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കലാണ്. കുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ.
അപ്പൊ ഒരു സാധാരണ നോർമലായ ഒരു അഡൽറ്റ് ആണെങ്കിൽ ക്രിയേറ്റ്സ് വൈഡസ് ആൻഡ് ക്രിയേറ്റ്സ്, കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ അവനൊക്കെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ചൈൽഡ് യൂസസ് ദ എൻവയോൺമെന്റ് ടു പെർഫെക്റ്റ് ഹിംസെൽഫ് വൈൽ ദ അഡൽറ്റ് യൂസസ് ഹിംസെൽഫ് ടു പെർഫെക്റ്റ് ദ എൻവയോൺമെന്റ്. എന്ന് വെച്ചാൽ മുതിർന്നയാൾ എന്താ ചെയ്യാ, ഈ അഡൽറ്റ് എന്ന് പറയണത് എല്ലാവരും കോപ്പി ചെയ്യാനാ നോക്കുള്ളൂ. എനിക്ക് അതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം എന്ന് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് അഡൽറ്റ് ചിന്തിക്കുക. അപ്പൊ അവരെന്താണോ ചെയ്തത് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുകയാണ് ഈ അഡൽറ്റ് ചെയ്യുക. ഓക്കെ, അവര് പരിസ്ഥിതിയിൽ എന്താ, കുട്ടി പരിസ്ഥിതിയിൽ നിന്ന് എന്ത് കണ്ടു പഠിക്കണം, എങ്ങനെയാണ് ഈ പരിസ്ഥിതി, ഒരു കിളി പറന്നു പോയാ ആ കിളി എങ്ങനെയാ പറക്കണേ, എന്താ കിളിയുടെ കളർ എന്ന് കുട്ടി ഒബ്സർവ് ചെയ്യും. പക്ഷെ അഡൽറ്റ് പോയി അതിനൊരു ഫോട്ടോ എടുത്ത് അതിനെ നോക്കും, അത് മാത്രമേ ചെയ്യുള്ളൂ. പരിസ്ഥിതിയെ എങ്ങനെ മുതലാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം, ഇതാണ് അഡൽറ്റ് നോക്കണത്. അഡൽറ്റിന്റെ ഉള്ളിൽ എന്താ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് ഇത് പോകാനോ അഡൽറ്റ് നോക്കില്ല. പക്ഷെ കുട്ടി അങ്ങനല്ല, കുട്ടി പരിസ്ഥിതിയിലോട്ട് ഇറങ്ങി അതിന്റെ ഓരോ കാര്യങ്ങളും, സൗണ്ട് എവിടെന്നാ ഈ സൗണ്ട് വരുന്നത്, എവിടെന്നാണ് ഈ കളർ വരുന്നത്, എങ്ങനെയാണ് മഴ വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിസ്ഥിതിയിലോട്ട് ഇറങ്ങി കുട്ടി കണ്ടുപിടിക്കുകയാണ്. അഡൽറ്റ് ഈസ് നോ ലോങ്ങർ ഡെവലപ്പിംഗ്, ഹി ഹാസ് റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ സ്പീഷ്യസ്, but the child interacts with the environment and absorb impression of psychic development. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറഞ്ഞു കുട്ടി കളിക്കുമ്പോൾ ചുറ്റുപാട് മാക്സിമം ഉപയോഗിക്കും, പരിസ്ഥിതി മുഴുവനും കുട്ടി യൂസ് ചെയ്യും. അപ്പൊ ഈ കുട്ടി എൻവയോൺമെന്റിനെ കറക്റ്റ് ലെവലിൽ യൂസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചില അഡൽറ്റുകൾ എന്ത് ചെയ്യും, എല്ലാവരും ഇല്ല, ചില അഡൽറ്റ് മോണ്ടിസോറി മെത്തേഡ് പ്രകാരം കുറെ വളർന്നു വന്ന അഡൽറ്റ്സ് ഒക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യും, അവര് പുതിയ കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും താല്പര്യം കാണിക്കുക, സാധാരണ ലെവലില് ഉള്ള ആ അഡൽറ്റ്സ് ആണെങ്കിൽ അവര് പഴയ കാര്യങ്ങളിൽ തന്നെ കടന്നു പോകും. അവർക്ക് പുതിയതായിട്ടൊന്നുമില്ല, അവരുടെ മനസ്സിൽ അവർ ചെയ്തതാ കണ്ടുപിടിച്ചതായില്ല, അവരുടെ പാരന്റ്സ് അടിച്ചേൽപ്പിച്ച കാര്യം മാത്രമേ അഡൽറ്റിലുള്ളൂ. അപ്പൊ അവർക്ക് അതിലെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രമേ അവര് നിൽക്കുള്ളൂ. കുട്ടികള് അവർ കാണുന്ന എല്ലാ കാര്യങ്ങളും ഗ്രാസ് ചെയ്യും. ഒരു പരിസ്ഥിതിയോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കിളി പറന്നുകൊണ്ടെങ്കിൽ ആ കിളി എവിടെ നിന്ന് വന്നു, എങ്ങനെ പോണു, അതിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ സൗണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കുട്ടി ഗ്രാസ്പ് ചെയ്യും. അതുപോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റിന്റെ വളർച്ച, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് മെന്റൽ ഡെവലപ്മെന്റ് അല്ലെ. മെന്റൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാല് ഇപ്പൊ ഒരു കുട്ടി ഒരു സ്കൂളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ എങ്ങനെ സ്കൂളില് അവരുടെ സ്കൂളില് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഒരു കുട്ടി ഇതുപോലെ തന്നെ അതിന്റെ അമ്മ എന്നും ആ കുട്ടിക്ക് എന്ത് ചെയ്യും, അമ്മയാണ് എല്ലാ കാര്യവും ചെയ്ത് കൊടുത്തിരുന്നത്. ആ കുട്ടിക്ക് ഇതില്ല, ഡിസബിലിറ്റി ആയ ഒരു കുട്ടിയാ. സ്വന്തം കാര്യം പോലും ആ കുട്ടിക്ക് അമ്മ എല്ലാ കാര്യവും രാവിലെ എണീറ്റ് ചായ കൊടുക്കും, അതിനെ കുളിപ്പിക്കും, കട്ടുമക്കും തിരുത്തും, അങ്ങനെ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിരുന്നത് ഈ അമ്മയാണ്. അവന് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് അവന്റേതായ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഇവർക്ക് ഒരു പ്രത്യേക കഴിവായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക കഴിവ് പിള്ളേർക്ക് ഉണ്ടാവും. ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് ഇവർക്ക് നമ്മൾ നോക്കുമ്പോ അവർക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് നമുക്ക് തോന്നിയാലും പക്ഷെ ആർക്കും ഇല്ലാത്തൊരു പ്രത്യേക കഴിവ് ഈ ഡിസബിലിറ്റി ആയ പിള്ളേർക്ക് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അമ്മ ഒരു ദിവസം എന്നും രാവിലെ എണീറ്റ് ചായ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം കുട്ടി രാവിലെ നോക്കുമ്പോ അമ്മ ഇന്ന് ചായ തന്നില്ല. ആ അമ്മയ്ക്ക് എന്തോ അസുഖം വന്ന് അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ കുട്ടി രാവിലെ നോക്കിയത് അമ്മ ചായ തന്നില്ലല്ല. കുട്ടി അവിടെയൊക്കെ ചുറ്റും നോക്കി, അമ്മ ചായ തന്നില്ല, എന്ത് പറ്റി കുട്ടിക്ക് മനസ്സിലാവില്ല. കുട്ടിയോട് ആരും പറഞ്ഞില്ല അമ്മ മരിച്ചുപോയത്. കുട്ടി അമ്മേനെ കാത്തിരിക്കേ, അമ്മ കൊണ്ടുവരുന്ന ചായയും കാത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇരുന്ന് കഴിഞ്ഞ് കുട്ടി എന്താ കുറെ കഴിയുമ്പോൾ കുട്ടി അമ്മ എവിടെ പോയി എന്ന് ചിന്തിച്ച് പിന്നെ കുട്ടി സ്വയം മനസ്സിലാക്കിയാണ്, എനിക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങട് അമ്മയില്ല, എന്നെ ചായ തരാനാ, എനിക്ക് ഡ്രസ് കുളിപ്പിച്ച് തരാനാ, ഡ്രസ് ഇടാനൊന്നും ആരില്ല, അമ്മില്ല. അതാരും കുട്ടിയോട് പറഞ്ഞിട്ടല്ല. കുട്ടിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോ കുട്ടിക്ക് മനസ്സിലായി അമ്മ ഇനി വരില്ല, അമ്മ പോയി. പിന്നെ കുട്ടി അവിടെ നിന്ന് എന്ത് ചെയ്തു, അങ്ങനെയുള്ള കുട്ടികള് സ്വന്തമായിട്ട് അവർക്കൊരു കഴിവുണ്ട് മുന്നേ, പക്ഷെ അത് അറിയണില്ല. ഈ അമ്മയുടെ മുന്നിൽ എന്താ, എന്റെ മോനെ ഒരു കുറവുള്ള കുട്ടിയായതുകൊണ്ട് അവന്റെ കഴിവ് അവന് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മയാണ് എല്ലാ കാര്യവും ചെയ്തു കൊടുത്തത്.
2 ദിവസം കഴിഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ തന്നെ എല്ലാ കാര്യങ്ങളും, ആ വീട് നോക്കല്, ആ വീടിൻ്റെതായ എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ടായ വിധം, അങ്ങനെ ഒരുപാട് ചിത്രം, അവന് ഭയങ്കര ചിത്രം വരക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കാല് വെച്ചാണ് അവൻ ചിത്രം വരച്ചത്. അങ്ങനെ ഒരുപാട് ചിത്രമൊക്കെ വരച്ച് അങ്ങനെ ഒരു കുട്ടിയുടെ ഇത് യൂട്യൂബിൽ പറയാനുണ്ട്. അപ്പൊ മറിയ മോണ്ടിസോറി ഇത് കണ്ട്, മറിയ മോണ്ടിസോറി ഇങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് ഈ മോണ്ടിസോറി മെത്തേഡ് തുടങ്ങുന്നതിന് മുമ്പാണ് മറിയ മോണ്ടിസോറി ഈ ഒരു കാഴ്ച കാണുന്നത്. മറിയ മോണ്ടിസോറി ഇത് കണ്ട് ഇതിനെ കുറിച്ച് ആ കുട്ടീനെ അറിഞ്ഞ് അതും മറിയ മോണ്ടിസോറിയുടെ ജീവിതത്തില് ആ സ്കൂള് തുടങ്ങാനായിട്ട് ഒരു മെത്തേഡ് അതിൽ കൊണ്ടുവന്നു. അതാ ഇവിടെ പറയണേ, ചൈൽഡ് ഇന്ററാക്ട്സ് വിത്ത് എൻവയോൺമെന്റ് ആൻഡ് അബ്സോർബ്സ് ഇംപ്രഷൻ സൈക്കിക് ഡെവലപ്മെന്റ്. അവർക്കൊരു പ്രത്യേകമായ ഒരു വളർച്ച വരാനായിട്ട് ഒരു ഇതുണ്ട്. അത് നമ്മളുടെ അത് അവർ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ചെയ്യുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് അത് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ആ കുട്ടി എടുക്കാൻ കാരണം എന്താ? അത് അമ്മ മരിച്ചു പോയത്, അല്ലെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ കുട്ടിക്ക് പിന്നെയും പിന്നെയും അമ്മയുടെതെല്ലാം ചെയ്തു കൊടുക്കണേ. ഒരു ഡിസബിലിറ്റി ആയ കുട്ടിക്ക് പോലും ഇത്രയും കഴിവുണ്ടെങ്കിൽ നോർമലായ ഒരു കുട്ടിയുടെ കാര്യം എന്തായിരിക്കും? അപ്പൊ അതാണ് പറയാൻ മോണ്ടിസോറി ഈ സ്കൂള് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തതിൽ ഒരു കാര്യമാണ് ഈ ഒരു എക്സാമ്പിൾ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾ കിട്ടും. മറിയ മോണ്ടിസോറി 1ഉം 2ഉം എക്സാമ്പിൾ മാത്രം നോക്കിയിട്ടല്ല ഇത് കണ്ടുപിടിച്ചത്. ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികളെ ഒരു കുട്ടീനെ ഒറ്റയ്ക്ക് വെറുതെ ഇരുത്തി ആ കുട്ടിയുടെ മൂവ്മെന്റ്, ഓരോ മൂവ്മെന്റിനും ഇമ്പോർട്ടന്റ് ഉണ്ട്. മറിയ മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെൻസസ് ആണ്. നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? എത്ര സെൻസ് ഉണ്ട്? 5. 5 ഈ 5 സെൻസ് നമ്മളൊന്ന് ആലോചിക്കും. നമുക്ക് 5 സെൻസിന് വേറെ കുഴപ്പങ്ങളില്ല, നന്നായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ ഈ 5 സെൻസ്. ഈ 5 സെൻസ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നമ്മൾക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? അതാണ്. അപ്പൊ സെൻസിനാണ് ഇമ്പോർട്ടന്റ്. ഈ 5 സെൻസും ഇപ്പൊ ഇന്നലെ പറഞ്ഞു ഹെലൻ കെല്ലറിന്റെ കാര്യം. ഹെലൻ കെല്ലർക്ക് ഇതിൽ 2 സെൻസ് ഡാമേജ് ആയിരുന്നു അല്ലേ? ആ 2 സെൻസും ഡാമേജ് ആയിരുന്നു ഹെലൻ കെല്ലർക്ക്. അപ്പൊ ഇതുപോലത്തുള്ള കുട്ടികളെയാണ് മറിയ മോണ്ടിസോറി മെയിൻ ആയിട്ട് ഒബ്സർവ് ചെയ്തത്. ആ കുട്ടികളിൽ നിന്ന്, ഈ ഡിസബിലിറ്റി സെൻസ് ഒക്കെ കുറഞ്ഞ കുട്ടികളിൽ നിന്ന് മറിയ മോണ്ടിസോറി പരീക്ഷിച്ച് വിജയിച്ചിട്ട് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സാധാരണ നോർമലായ കുട്ടികളിൽ യൂസ് ചെയ്താണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ റെഫർ ചെയ്യാം. മറിയ മോണ്ടിസോറിയെ കുറിച്ച് കൂടുതൽ ഇപ്പൊ വേണ്ട, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് റിവ്യൂ എഴുതുമ്പോൾ ഇത് തന്നെ കോപ്പി ആയിട്ട് പകർത്തരുത്. നിങ്ങൾക്ക് എന്താണോ മറിയ മോണ്ടിസോറി, ആദ്യം മറിയ മോണ്ടിസോറിയുടെ ഒരു ഇൻട്രഡക്ഷൻ എഴുതാം. മറിയ മോണ്ടിസോറി ജനിച്ചത് എവിടെയാണ്, വളർന്നത് എവിടെയാണ്, ഇത്ര വയസ്സിലാണ് മറിയ മോണ്ടിസോറി ഇഷ്ടം. ഇത് കഴിയുമ്പോൾ നമുക്ക് മറിയ മോണ്ടിസോറിയുടെ ബുക്സ് ഒക്കെ വരും. ഒരുപാട് കുട്ടികളെ കുറിച്ചാണ് കൂടുതലും ബുക്ക് എഴുതിയത്. കുട്ടികളായിരുന്നു മറിയ മോണ്ടിസോറിയുടെ ലോകം. അതാണ് കുട്ടികളെ കുറിച്ച് ഒരുപാട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്ക് കുട്ടികളുടെ സ്കൂളിൽ ഇപ്പൊ ചില കുട്ടികളുടെ ഇംഗ്ലീഷ് പാഠത്തിന്റെ ടോട്ടോ ചാൻ എന്ന ബുക്ക് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെ വായിച്ചിട്ടുണ്ട്? ടോട്ടോ ചാൻ ആരെങ്കിലും വായിച്ചിട്ടുണ്ട്? അതിന്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ആരെങ്കിലും വായിച്ചിട്ടില്ല ടോട്ടോ ചാൻ എന്ന് പറയുന്നത്? ഇല്ല. അപ്പൊ നിങ്ങൾ ഇനി ആ ബുക്ക് സ്കൂളിൽ എന്തോ ഉണ്ട്, അതിന്റെ ചെറിയൊരു പോർഷൻ, അതിലൊരു ചെറിയ ഇത് പറയുന്നത് കൃഷി, ഒരു കർഷകനെ അത് ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടായിരുന്നു, ഒരു സ്റ്റോറി മാത്രം. സ്റ്റോറി മാത്രം. ഇപ്പൊ അതിന്റെ ഒരുപാട് സ്റ്റോറീസിന്റെ ചെറിയ ചെറുത് മലയാളത്തിലുണ്ട്. ആ കൃഷി മാഷാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? കൃഷി മാഷ് അങ്ങനത്തെ ഒരു സ്റ്റോറി പഠിക്കാനുണ്ടായിരുന്നു സ്കൂൾ ടൈമിലാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, ഉണ്ട്. അത് അതിൽ മെയിൻ ആയിട്ട് പറയണത് ഇതാണ്. ഒരു കുട്ടി അതിലെന്താ കൃഷി മാഷ് കൃഷി എങ്ങനെ ചെയ്യണത്, അതെങ്ങനെ പഠിപ്പിക്കണത്, അങ്ങനത്തെ ഉള്ള ഫുൾ കാര്യങ്ങൾ ആ ഒരു മാഷ്, അതാണ് കൃഷി മാഷ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ടോട്ടോ ചാൻ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. അതിൽ മറിയ മോണ്ടിസോറിയുടെ ഇതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഥകളുണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ ആ ബുക്കിന്റെ മലയാളം എടുത്ത് വായിക്കാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കാം മിസ്. 2ഉം 3ഉം വായിച്ചോട്ടാ. Okay. The aim of the child's work is not an external
one, but of an internal one. That is for self-construction. An adult works to finish an activity and the child works in order to grow. Through work, he develops concentration, motor development, work habit, and more importantly, his self-concept. The child is more interested in the process of work, while the adult is more interested in results. Okay. എന്താ പറഞ്ഞത്? The aim of child work is not an external but one of an internal one. കുട്ടിയുടെ വർക്ക്, കുട്ടി ചെയ്യുന്ന എന്താണോ കുട്ടിയുടെ ആ ഒരു ലക്ഷ്യം, അവരുടെ വർക്ക് എന്ന് പറയുന്നത് എന്താ, അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ബാഹ്യമായ ഒന്നല്ല, പക്ഷെ അത് ഭയങ്കര ആന്തരികമാണ്, ഉള്ളിലുള്ള ഒരു ഇതാണ്, ഇപ്പൊ ആന്തരികമാണ്. അതാണ് പറഞ്ഞത് കുട്ടിയുടെ ജോലി, കുട്ടി എന്താ ചെയ്യണേ, അതിന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വയം നിർമ്മാണത്തിന് കുട്ടിക്ക് ഒരു അഡൽറ്റിനെ എങ്ങനെയാണോ, ഒരു അഡൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ കുട്ടി എന്തോരം പ്രയത്നിച്ചോ, ഒരു അഡൽറ്റ് ആവാൻ ഒരു കുട്ടിയുടെ ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കാൻ പ്രവർത്തിക്കുമ്പോഴാണ് ആ കുട്ടി ഒരു അഡൽറ്റ് ആവണത്. ചെറുതിലേ മുതലുള്ള ആ ഒരു പ്രോസസ്സ്, ചെറുതിലെ കുട്ടിയായിരിക്കുമ്പോ തന്നെ കുട്ടിയുടെ ആ ഒരു പ്രോസസ്സ് അത് പൂർത്തീകരിക്കുമ്പോഴാണ് കുട്ടി ഒരു അഡൽറ്റ് ആവണത്. പിന്നെന്താ പറഞ്ഞേ? Adult work to finish an activity and child work in order to grow. ഇതില് പിന്നെ സെൽഫ് കൺസ്ട്രക്ഷന്റെ കാര്യം പറയുന്നുണ്ട്. ചൈൽഡിന്, കുട്ടിക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ കുട്ടി എൻവയോൺമെന്റിനെ ഇന്ററാക്ട് ചെയ്യണം. അത് നേരിട്ട് കുട്ടി അതിലോട്ട് ഇറങ്ങി കുട്ടി ചെയ്യുന്നതും ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ്. കുട്ടി എന്താണോ എൻവയോൺമെന്റിൽ ചെയ്യണേ അതിന് ഇമ്പോർട്ടന്റ് ആണ്. ആ കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് പ്രധാനമുണ്ട്. അവനെ തന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ ചെയ്യണം. അതാണ് സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കുട്ടിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കുട്ടി അത് റെഡിയാക്കി ഇതിരുന്ന് പിന്നെ അത് തെറ്റിപ്പോയി, പിന്നെയും കുട്ടി അത് നിർത്തണില്ല. കുട്ടി എന്താ ചെയ്യാ? അത് വീണ്ടും നമ്മൾ വലുതായവരാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു അഡൽറ്റ് ആണ് അത് ചെയ്യണമെങ്കിൽ അഡൽറ്റ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യും, പിന്നെ അത് ശരിയാവില്ല, പിന്നെ ട്രൈ ചെയ്യും. അഡൽറ്റ് എന്ത് ചെയ്യും? അത് ഇട്ടിട്ട് പോകും. ദേഷ്യം വന്ന് അഡൽറ്റ് പിന്നെ ആ വഴിക്ക് വരൂല, അത് ഇട്ടിട്ട് പോകും അല്ലെ? കുട്ടി എന്താ ചെയ്യാ? കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാ? കുട്ടികള് ഒരെണ്ണം അത് ശരിയായില്ലെങ്കിൽ പിന്നെയും ശരിയാവും. അവർക്ക് ക്ഷമയുണ്ട്, അവർക്ക് എത്ര റിപ്പീറ്റേഷൻ ചെയ്യാനും അതിന് ഒരു മടിയില്ല. അവരത് പിന്നെയും ഇരുന്ന് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അത് എത്ര നേരം ശരിയാവണോ അതുവരെ ആ കുട്ടി അത് ചെയ്യും. അവർ സ്വയം അവരെ കൺസ്ട്രക്ട് ചെയ്യാണ്, പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ശരിയായില്ല പിന്നെയും പണിതുകൊണ്ടിരിക്കുക. അവർക്ക് ദേഷ്യം വരുന്നില്ല, അവർക്ക് പിറ്ററിന് പോവാൻ തോന്നുന്നില്ല. അതാണ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. സ്വയം അവര് തന്നെ വർക്ക് ചെയ്യുന്നു അല്ലെ? കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതാണ് കുട്ടി അത് ചെയ്യണമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യും അല്ലെ? കുട്ടിക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ അവരെടുത്ത് കഴിക്കുള്ളൂ. നമ്മളിപ്പോ ഒരു സ്പൂണും പ്ലേറ്റും കൊടുത്തു കഴിഞ്ഞാൽ മിക്ക കുട്ടികളും ആ സ്പൂണും പ്ലേറ്റും കൊടുത്ത് നേരെ മുറ്റത്തോട്ട് ഇറങ്ങും. എന്നിട്ട് മണ്ണ് വാരിയിട്ട് അതിൽ കളിച്ച് കുറെ കഴിയുമ്പോൾ അത് പഠിച്ച് അതിട്ടിട്ട് വരും. പിന്നെ അടുത്തത്, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഈ സ്പൂണും ഈ പ്ലേറ്റും മുറ്റത്ത് കിടക്കുന്നെങ്കിൽ കുട്ടി എന്ത് ചെയ്യാ? അത് ഇന്നലെ കളിച്ചതല്ലേ, അല്ലെങ്കിൽ 2 ദിവസം കളിച്ചതല്ലേ എന്ന് വിചാരിച്ചെടുക്കാതിരിക്കുവോ? ഇല്ല. കുട്ടി പിറ്റേന്നും അത് ഓടി വന്ന് അതിൽ തന്നെ വീണ്ടും എടുക്കും. അത് എത്ര ദിവസം അവിടെ കിടന്നാലും കുട്ടി കാണുമ്പോ അത് വന്നെടുത്ത് അതിൽ കളിക്കും അല്ലെ? ഒരു അഡൽറ്റ്, സാധാരണ ഒരു അഡൽറ്റ് ആണെങ്കിലോ, ഒരു സാധാരണ ലെവലില് ഈ മോണ്ടിസോറി പഠിക്കാത്ത ഒരു അഡൽറ്റ് ആണെങ്കിൽ ഒരു പ്രാവശ്യം അവിടെ കണ്ട അത് ഇന്നലെ മൈൻഡ് ചെയ്യില്ല, പിന്നെ കണ്ടാലോ അതും തീരെ മൈൻഡ് ചെയ്യാണ്ട് പോകും അല്ലെ? അപ്പൊ കുട്ടിക്ക് അങ്ങനെയല്ല, കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടു കളിച്ചതാണ്, കളി തീർന്നെങ്കിലും കളി മതിയായെങ്കിലും പിറ്റേ ദിവസവും അവൻ അത് എടുക്കും. എത്ര ദിവസം വേണമെങ്കിലും അവനത് കണ്ടു കഴിഞ്ഞാൽ അവൻ ഒരു പ്രാവശ്യമെങ്കിലും ആ സ്പൂണും പ്ലേറ്റും എടുത്ത് കളിച്ചിട്ടാ പോകുന്നു അല്ലെ? അങ്ങനെയാണ് അവന്റെ തന്നെ അവന്റെ ഹാബിറ്റ്, അവന്റെ ഉള്ളിലുള്ള ഇതിനെ ഡെവലപ്പ് ചെയ്യണം, വർക്ക് ഹാബിറ്റ് ചെയ്യണം. അതാണ് അവൻ ചെയ്യുന്നത്. അവൻ എന്തും ചെയ്യാം, അവന് സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്, അവന്റെ ആ ഒരു റിപ്പയർമെന്റ് എല്ലാത്തിനെയും കുറിച്ച് അവനൊരു എന്തുണ്ട്, ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഹി സെൽഫ് കൺസെപ്റ്റ്, അതാണ് കൺസെപ്റ്റ്സ് ഉണ്ട്. പിന്നെന്താ? ഹി ഡെവലപ്പ് കോൺസെൻട്രേഷൻ, അവന്റെ ആ ഒരു സാധനത്തിൽ തന്നെ മണിക്കൂറോളം അല്ലെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നിരിപ്പില് ഒരു സാധനം അവൻ വർക്ക് ചെയ്യുമ്പോൾ അവൻ എന്ത് കിട്ടണേ? കോൺസെൻട്രേഷൻ.
അല്ലേ? അവൻ വേറെ ചുറ്റിലൊന്നും ശ്രദ്ധിക്കണില്ല. ചിലപ്പോ മഴ പെയ്യലുണ്ടാവും, ചിലപ്പോ എന്തെങ്കിലും അമ്മ വിളിക്കലുണ്ടാവും. അവൻ അതൊന്നും ശ്രദ്ധിക്കണില്ല. അവന്റെ വർക്ക്, അവന് ത്രൂ വർക്ക് ഹി ഡെവലപ്പ്. അപ്പൊ അവൻ വർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യണേ? കോൺസെൻട്രേറ്റ് വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ മോട്ടോർ ഡെവലപ്മെന്റ് സ്കില്ല്, അവന്റെ ഓരോ സ്കില്ല്, അവൻ ഉണ്ടാക്കുന്നതിലുള്ള സ്കില്ല്, മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട്, അടുത്ത ക്ലാസ്സിലല്ല കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ സ്കിൽസ് ഒക്കെ ഉണ്ട്. മോട്ടോർ ഡെവലപ്മെന്റ് നമ്മുടെ മറിയ മോണ്ടിസോറി സ്കൂൾ തുടങ്ങാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ ഒന്നാണ് മോട്ടോർ ഡെവലപ്മെന്റ്. നമ്മൾ ഇതിൽ പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റിൽ എന്താ ഒരു പോയിന്റ് പറഞ്ഞല്ല? മറിയ മോണ്ടിസോറിയുടെ മെയിൻ ആയിട്ട് ഒരു പോയിന്റ് നമ്മൾ ഫസ്റ്റില് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ? അല്ലേ? എല്ലാവരും ഉറങ്ങിയാ? എല്ലാവരും പോയാ? ഓണാക്കി വെച്ചോണ്ട് പോയാ? നോ ടീച്ചർ. ആരും ഒരു ഇറക്കില്ല. ഏതാ? ഫീമെയിൽ ആയിട്ടുള്ള 2 കുട്ടികളെ മാനേജ് ചെയ്യേണ്ടി വന്നതാണോ ചോദിച്ചേ? മെഡിക്കൽ പ്രാക്ടീസ് ആയിട്ട് ജോലി ചെയ്യുമ്പോ അതില് നമ്മള് നിങ്ങളിപ്പോ ഇതിൽ പറയുമ്പോൾ നമ്മള് പോയിന്റുകൾ ഇതിലൊക്കെ പറയും. ഇതിൽ ചില പോയിന്റുകളൊക്കെ ഞാൻ എടുത്ത് ഇതിനുള്ളത്, ഇത് നമ്മുടെ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡിൽ ഒന്നാണ്. എന്താണ് സ്കിൽസ് ഒക്കെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്യണം. കാരണം നാളെ നിങ്ങൾക്ക് ഇത് റിവ്യൂ ചെയ്യുമ്പോൾ ആ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഏത് പോയിന്റ് ആണോ പറയണത് അത് അണ്ടർലൈൻ ചെയ്യാം. ഇപ്പൊ ഇതിൽ തന്നെ ഒബ്സർവേഷനിൽ നമ്മൾ ഇതിൽ പറഞ്ഞു സെൽഫ് കൺസ്ട്രക്ഷൻ. അതൊരു കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. സ്വന്തമായിട്ട് ആ കൊച്ചു സെൽഫ് കൺസ്ട്രക്ഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മളിവിടെ മോട്ടോർ ഡെവലപ്മെന്റ്, അതിനും ഇമ്പോർട്ടന്റ് ഉണ്ട്. അതൊക്കെ നമ്മുടെ മറിയ മോണ്ടിസോറി ഇതിന് ഓരോ പോയിന്റിനും നമുക്ക് ഇതുണ്ട്. നിങ്ങൾ എന്ത് എഴുതണതിലല്ല, ഈ പോയിന്റുകൾ ഉൾക്കൊള്ളിക്കുക. പോയിന്റുകൾ ഉണ്ടോന്ന് ഈ പോയിന്റുകൾ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. നിങ്ങളിപ്പോ 2 പേജിൽ നിങ്ങളോട് എഴുതാൻ പറഞ്ഞല്ല, അത് എഴുതുമ്പോൾ ഈ പോയിന്റുകൾ ഉൾപ്പെട്ടിട്ട് പോയിന്റുകൾ ടീച്ചേഴ്സ് എങ്ങനെ നോക്കാം? ഇതിങ്ങനെ കുറെ നോക്കുമ്പോ ഉള്ളിൽ നിന്ന് തെരഞ്ഞൊന്നും നോക്കൂല. പക്ഷെ പോയിന്റുകളിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറിയ മോണ്ടിസോറിയുടെ പോയിന്റ് ഇതിൽ പെട്ടിട്ടുണ്ട് എന്നറിയാൻ പറ്റും. ഓക്കെ, മനസ്സിലായ? അപ്പൊ ഈ പോയിന്റുകൾ ഞാൻ പറയുമ്പോൾ സെൽഫ് കൺസ്ട്രക്ഷൻ പറഞ്ഞു, അതിന് മുന്നേ എന്തോ പറഞ്ഞു ഞാനൊരു പോയിന്റ്. പിന്നെ സൈക്കിക് ഡെവലപ്മെന്റ് അതും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ എഴുതണതിൽ അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിക്കുക. ഓക്കെ, ഉൾക്കൊള്ളിച്ചിട്ട് അതിന്റെ അടുത്ത് ഒരു അണ്ടർലൈൻ ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്തില്ല. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ പോയിന്റ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന്. അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞു. ഇതിൽ എന്താണ് പറഞ്ഞത്? പറഞ്ഞു പോയായിരുന്നു ഞാൻ. മറിയ മോണ്ടിസോറിയുടെ ഒരു മെയിൻ ഒരു ഇതാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൽ മറിയ മോണ്ടിസോറിയുടെ ഒരു 3 പോയിന്റുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് വരണം സ്വന്തമായിട്ട് ഓരോരുത്തരും. മറിയ മോണ്ടിസോറിയുടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഇത് ചെയ്തത്, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്പാർക്ക് ചെയ്തത് ഒരു 3 പോയിന്റ് ഏതാന്ന് വെച്ചാൽ ഇപ്പൊ സെൽഫ് കൺസ്ട്രക്ഷൻസ്, ഈ മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ ഞാൻ പറഞ്ഞു. അത് കൂടാതെ ഇതിൽ നിങ്ങൾക്ക് ഇതായി ഇതിൽ തന്നെ വേണമെന്നില്ല, അത് ചുമ്മാ നമ്മുടെ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ലല്ല, ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്നുമില്ല, ഈ മറിയ മോണ്ടിസോറിയുടെ ഇപ്പൊ ഞാൻ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞില്ല, ഓരോ സ്കിൽസുകള്, സൈക്കിക് ഡെവലപ്മെന്റ്, അതുപോലെ സെൽഫ് കൺസ്ട്രക്ഷൻ, അതുപോലെ നമ്മുടെ മോട്ടോർ ഡെവലപ്മെന്റ്, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പോലത്തെ ഓരോ ചെറിയ ചെറിയ പോയിന്റുകൾ, ഓരോ ഡെവലപ്മെന്റുകള് ടെക്സ്റ്റിന്ന് ഇതിൽ തന്നെ കിട്ടും. നമ്മൾ തപ്പിയത് ഇത് ഇത്രയും ഈ ഒരു പേജ് നമ്മൾ ഫുള്ള് വായിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞില്ലെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇതിലുണ്ടല്ല, ഇതിലുണ്ട് കറക്റ്റ്. ഇതിലൊക്കെ ഞാൻ ഇപ്പൊ എടുത്ത് തന്നാൽ നിങ്ങൾക്ക് അത് പോയിന്റ് പോകും. നിങ്ങളത് കണ്ടുപിടിച്ച് ഒരു 2 എണ്ണെങ്കിലും മതി. 2 എണ്ണെങ്കിലും ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവരുമോ? മനസ്സിലായ? ഇത് വെറുതെ ഹോംവർക്ക് ആയിട്ട് തന്നെതാ, ഒരു നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു ചെറിയ ഹോംവർക്ക്. അല്ലാണ്ട് നമുക്ക് ഇതിന് മാർക്കൊന്നുമില്ല, കമ്പൽസറി ഒന്നുമില്ല. വെറുതെ ഞാൻ ഇത്ര എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ഇപ്പൊ സെൽഫ് ഫുൾഫിൽമെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ട്. അതിൽ നിന്ന് ഒരു 2 പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി.
നമ്മളിപ്പോ ഇന്നിപ്പോ ഇനി വേറെ ഒന്നും എടുക്കണില്ല. നമ്മുടെ ഒബ്സർവേഷൻ 1ഉം 2ഉം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 1ഉം 2ൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 2 ചെറിയ പോയിന്റ്സ് അറിയാം. മോണ്ടിസോറിയില് കുട്ടികളെ കുറിച്ച് ഒബ്സർവ് ചെയ്ത 2 ചെറിയ പോയിന്റ്സ്. ഇത് തന്നെ കിട്ടാത്തവർക്ക് ഗൂഗിൾ വേണമെങ്കിൽ സെർച്ച് ചെയ്തോ, അങ്ങനെ 2 പോയിന്റ് കൊണ്ടുവന്നോ. അപ്പൊ നമുക്ക് ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാലോ. അപ്പൊ എല്ലാവർക്കും കിട്ടും. ഓക്കെ, കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടാ? No, teacher. No, ma'am. ഒരു ചെറിയ ഒരു ഹോംവർക്ക് നമ്മൾ വെറുതെ ഒരു തമാശക്ക് തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. ഓക്കെ മിസ്, പറഞ്ഞോ. നേരത്തെ പറഞ്ഞില്ലേ 2 പേജ്, അത് എന്താ മറിയം മോണ്ടിസോറിയെ പറ്റിയിട്ടാണോ? അതിപ്പോ നിങ്ങൾ പറയും ചെയ്യണ്ട. നമുക്ക് ഈ പാട് കൊടുത്ത് തീരാൻ ഇനിയും ഉണ്ട് 3-4 പേജ്. അത് കഴിഞ്ഞിട്ട് മതി. അതൊക്കെ മറന്നേക്ക്, ഒക്കെ വായിച്ചണല്ലോ. അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇപ്പൊ അതൊന്നും നിങ്ങൾ തലയിൽ കയറ്റണ്ട. ഓക്കെ മിസ്. ഓക്കെ എന്നാ താങ്ക് യു. നമുക്ക് വൈകിട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am. miss. Thank you, miss. Thank you, miss. Thank you, miss.